അസ്സലാമലൈക്കും. നമുക്കിന്ന് ഒരു കപ്പ് അവൽ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇനി അരി വെള്ളത്തിലിടാനൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കപ്പ് അവലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തലേ ദിവസം മാറ്റി വയ്ക്കാനൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മട്ടി പിടിച്ചിരിക്കുമ്പോൾ എളുപ്പത്തിൽ തന്നെ ദോശ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇത് കുതിരാനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഇതെടുക്കാണ്ട് മാറ്റി വെക്കാം. കുറേ നേരമൊന്നും വെക്കണ്ട കേട്ടോ. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പ് റവയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഒരു കപ്പ് റവ എടുക്കണമെന്ന് വെച്ചാൽ അര കപ്പ് അവിലെടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരു കപ്പ് അവിലെടുത്തോണ്ട് 2 കപ്പ് റവ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 4 പേർക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുക്കാത്ത റവയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുതിരാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വറുത്ത റവയാണ് വെച്ചാൽ ഒരു 5 മിനിറ്റ് കുതിരാൻ വെക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നേരിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയും കട്ടകൾ പിടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊന്ന് വെള്ളം ഒഴിച്ച് ഇളക്കിയെടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ കട്ടകൾ പിടിക്കില്ല. ഇപ്പോൾ ഇതാ നമ്മളൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ വെള്ളമൊക്കെ കുടിച്ച് വന്നിട്ടുണ്ട്. ഇതാ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് കുതിരാനൊക്കെ വെക്കാം കേട്ടോ. ഞാൻ കുതിരാനൊന്നും വെക്കണില്ല. നമ്മൾ വറുക്കാത്ത റവയാകൊണ്ട് വേഗം തന്നെ അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ അവിൽ കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. അവിലൊക്കെ നല്ല വെള്ളം കുടിച്ച് വന്നിട്ടുണ്ട്. ഏത് അവിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് വെള്ള അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മറ്റേ അവിലാകുമ്പോൾ ഒന്നും കൂടി കുതിരാൻ വെക്കേണ്ടി വരും. പിന്നെ ഇതാ ഒരു 1/4 കപ്പ് തൈരാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. പുളിയുള്ള തൈരാണ് വെച്ചാൽ പുളി ഇല്ലാത്തതാണെന്ന് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കണം. അപ്പോൾ ഇത് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അവലൊക്കെ ഒന്ന് അരഞ്ഞ് വരാൻ. എന്നിട്ട് ഒരു 1/2 കപ്പും കൂടി നമ്മൾ ഇത് പാത്രം കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാണ് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ പാകമാണോ നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളം കുറച്ച് കമ്മിയാണ്. ഇതുപോലെ നല്ല തിക്കിലാണ് വീഴുന്നത്. ഒന്നിങ്ങനെ ഇതായി വീഴണം നമ്മൾ ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ. അപ്പോൾ ഞാനൊരു 1/4 കപ്പും കൂടി വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. നല്ല പാന് ചൂടായതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. നിങ്ങൾക്ക് നല്ല ബബിൾസ് എടുത്ത ദോശ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് എപ്പോഴൊക്കെ ഉണ്ടാക്കിയെടുക്കണോണ്ട് നമുക്ക് അത് ബേക്കിംഗ് സോഡ ചേർക്കാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ ലൂസ് വേണ്ടത്. ഇനി നമുക്ക് പാൻ വെച്ച് കൊടുത്തിട്ട് നല്ലോണം ചൂടായിട്ടതിന് ശേഷം ഇതുപോലെ ഒരു തവി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചെറിയ തട്ട് ദോശ പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിങ്ങനെ ആയാലും ചെറുതായിട്ട് ഓട്ടകൾ ഉണ്ടാവും. നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു കഴിച്ചാൽ നല്ല ബബിൾസ് ആയിട്ട് വരും. ഇനി നമ്മളിതൊന്ന് മെലിഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ കണ്ടല്ലോ ചെറിയ ഹോൾസ് വരുന്നുണ്ട്. ഇതൊന്ന് മെലിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ നെയ്യോ എണ്ണയോ തൂവി കൊടുക്കാം. അപ്പം ഞാനിതിൻ്റെ മേലെ കുറച്ച് നെയ്യാണ് കേട്ടോ തൂവിയെടുക്കുന്നത്. അപ്പം നമ്മൾ സാധാ ദോശ ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇതുപോലെ റവ വെച്ചിട്ട് ദോശ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് മടിയുള്ളപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ദോശയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മെലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തിരിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനി ഇതാ അടുത്തത് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ നെയ്യിട്ടിട്ട് തിരിച്ചിട്ടപ്പോൾ നമ്മൾ പാനിലുണ്ടാകും എണ്ണയുടെ അംശം. അപ്പോൾ ഇതാ നമ്മൾ അടുത്ത തവിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി പരത്തി കൊടുക്കാണ്ട് നിങ്ങൾക്ക് നമ്മളെ ഓട്ടട പോലെ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ചെറുതായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നെയ്യ് ഇതുപോലെ തൂവിയെടുക്കുന്നുണ്ട്.
നല്ലൊരു കാന്താരി ചട്നി കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടല്ലോ നമ്മുടെ ദോശ നല്ല സോഫ്റ്റാണ് കേട്ടോ. അതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അവിലൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുത്തതുകൊണ്ട്. അപ്പോൾ ഷുഗറും പ്രഷറൊക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റും. അരി ഭക്ഷണം കൂട്ടാണ്ട് നമ്മളിതിൽ ചോറൊന്നും ചേർത്തിട്ടില്ല, വെറും റവ അവിലും വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് കണ്ടു നോക്കണേ. അതേപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.